ആരാ എവിടുന്നാ? പ്രൊഫസർ ചക്രവാണി. ഭൂതം ഭാവി വർത്തമാനത്തിന്റെ അതെ. പ്രതിഷ്ഠ ഇവിടെ ഒരു 4 days 3 ദിവസം കഴിഞ്ഞു വരും. എനിക്ക് അടിയന്തരമായിട്ട് ഒരു കാര്യം പറയാനുണ്ടായി. അയ്യോ, ആരുടെ അടിയന്തരമായിരുന്നാലും അദ്ദേഹം ഇവിടെ ഇല്ല. ഒരു ആധ്യാത്മിക പര്യടനത്തിലാണ്. പേരും മേൽവിലാസവും ഉണ്ടെങ്കിൽ തരൂ, പ്രൊഫസർ വരുമ്പോ ഞാൻ വിവരം പറയാം. അയ്യോ, അത് പ്രൊഫസർ അല്ലേ? അല്ല, അത് ലെക്ചറാ. അത് പ്രൊഫസറാ? അല്ല, ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാ. നഗ്നനേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. ദൈവം, ഇപ്പോൾ തന്നെ പ്രൊഫസറെ കാണാൻ എന്നെ ഒന്ന് അനുവദിക്കണം. അത് പ്രൊഫസറാണെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഒന്ന് ഞാൻ സമ്മതിക്കും, നിങ്ങൾ കണ്ടത് പ്രൊഫസർ ചക്രവാണിയെ തന്നെയാണ്. പക്ഷേ ആത്മാവില്ലാത്ത ശരീരം ജഡമാണെന്നറിയുക. നിങ്ങൾ പ്രൊഫസറുടെ ഭൗതിക ശരീരത്തെയാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ആത്മാവ് അങ്ങ് കാശിയിലോ പൂഞ്ഞാറ്റിലോ ബദരീനാഥത്തിലോ ആയിരിക്കും. ആത്മാവ് അവിടെ നിന്ന് എത്താൻ 3 ദിവസമാകും. അതുകൊണ്ടാണ് 3 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞത്. മേൽവിലാസം തന്നിട്ട് പൊയ്ക്കോളൂ. KP ശങ്കുണ്ണിപ്പിള്ള, കോൺട്രാക്ടർ, കാവനാട് PO. ശരി, ധൈര്യമായിട്ട് പൊയ്ക്കോ. എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിച്ച് ധൈര്യമായിട്ട് വരൂ. KP ശങ്കുണ്ണിപ്പിള്ള, കോൺട്രാക്ടർ, കാവനാട് PO. അണ്ണോ, അണ്ണങ്കുരോ. അപ്പൊ പറഞ്ഞതുപോലെ ശങ്കുണ്ണിപ്പിള്ളയുടെ എല്ലാ വിവരം അറിഞ്ഞുകൊണ്ട് വന്ന് എന്നോട് പറയണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഏറ്റോ? എന്റെ കല്ലേയോ കാലേ, ഇവിടെ എവിടെ പോയത്? വെല്ലും ബ്രേക്കില്ലാതോടാ ഉന്തുവണ്ടി കൊണ്ട് നടക്കുന്നത്. സിസ്റ്ററെ, പെങ്ങളെ, കൊടപ്പെങ്ങളെ, പെങ്ങളെ. ചേട്ടാ, ഇവിടെ താമസിക്കുന്ന ശങ്കുണ്ണിപ്പിള്ളയെ കുറിച്ച് വല്ലതും അറിയോ? അറിയാവല്ലോ. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാനുണ്ട്. എന്താ അറിയണ്ടേ? എന്നാ ശങ്കുണ്ണി മുതലാളി വിവാഹിതനായത്? 1969 ഫെബ്രുവരി 13 ആദ്യത്തെ കുഞ്ഞ് ജനിച്ചത് 2 മാസമല്ലേ ആയുള്ളൂ. തന്റെ കുഞ്ഞല്ലടോ, ശങ്കുണ്ണി മുതലാളിയുടെ കുഞ്ഞ്. 1971 മെയ് 14 മൂലത്തിൽ, മൂല നക്ഷത്രത്തിൽ. കുഞ്ഞിന്റെ പേര് വിക്രാന്ത്. വിക്രാന്ത്. അണ്ണാൻ കട്ട വികാസ്. വികാസ്, വികാസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ടാണെന്ന് അറിയാമോ ശങ്കുണ്ണി മുതലാളിയുടെ ഡയറി ഞാൻ തപ്പിക്കൊണ്ട് വന്നത്? അയാൾ ഇപ്പൊ വരും. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിനകത്തുള്ളതെല്ലാം കാണാപ്പാടം പഠിക്കണമെന്ന്? കുറച്ച് വായിച്ച് പുറങ്ങിപ്പോയി. എടോ, ചെയ്യുന്ന തൊഴിലിനോട് അല്പമെങ്കിലും ആത്മാർത്ഥ വേണം. പറഞ്ഞേ, എന്തോന്നാ കുഞ്ഞിന്റെ പേര്? വിക്രാന്ത്. വിക്രാന്ത്. ആ എംബോക്ക് വായ തോന്നിയൊക്കെ എഴുതി വെച്ചാ എനിക്കങ്ങനെ ഓർമ്മ വരും. എടോ, വികാസ്. വികാസ്. അടുത്ത ചോദിച്ചോളൂ, പറയാം. ആദ്യം ചെയ്ത തൊഴിൽ കപ്പലണ്ടി കച്ചവടം. അവിടെ നിന്ന് അങ്ങനെ അടിവെച്ച് ഉയരുകയായി. അങ്ങനെ അടിവെച്ച് പെട്ടെന്ന് അങ്ങനെ ഉയരണ്ട, ഓരോന്നായിട്ട് പറയണം. അത് ഞാൻ പറയാം. പറ്റത്തില്ല. അത് പറഞ്ഞോളാം. ഇതാ കണ്ടോ, ജീവിതത്തിലെ ഓരോ വഴിത്തിരിവും അടിവരയിട്ടാ ശങ്കുണ്ണി മുതലാളി എഴുതിയിരിക്കുന്നത്. അയാള് വരുമ്പോ ഞെട്ടിപ്പിക്കാൻ നമുക്ക് കിട്ടിയ കനകാവസരം താൻ പുറംകാലോണ്ട് തട്ടി എറിഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. അയ്യോ,
ശങ്കുണ്ണി മുതലാളി വരുന്നു. എവിടെ? ദേ, ശ്രദ്ധിച്ചോണം, എന്നെ നാറ്റിക്കരുത്. ഏയ് നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കല്ലേ, പിന്നെന്തോ. ആരാ മനസ്സിലായില്ലല്ലോ? ആത്മാവ് വന്നു. പ്രൊഫസറുടെ ആത്മാവ് പര്യടനം കഴിഞ്ഞ് വന്നു. ഓ, ആത്മാവും ഭൗതിക ശരീരം അകത്തുണ്ട്. വരൂ. ഓ, വന്നാട്ടെ. ഞാൻ ശങ്കുണ്ണിപ്പിള്ള ഒന്നിങ്ങോട്ട് പറയണ്ട. എല്ലാം ഒരു 3D ചലച്ചിത്രത്തിൽ നിന്ന പോലെ മുന്നോട്ട് തള്ളി വരുന്നത് നാം കാണുന്നു. 3D പഴയ തൃക്കണ്ട് നമ്മുടെ പരമശിവന്റെ. പുരാണവും ശാസ്ത്രവും തമ്മിൽ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുകയാണ് ഇവിടെ. കപ്പലണ്ടി കച്ചവടത്തിൽ തുടങ്ങിയ ത്യാഗസുലഭമായ ജീവിതം 1969 ഫെബ്രുവരി 13 വിവാഹിതനായ ശങ്കുണ്ണിപ്പിള്ളയ്ക്ക് 1971 മെയ് 14 ഒരു ആൺകുഞ്ഞ് ജനിച്ചില്ലേ? ജനിച്ചു. ആ പൊന്നോമൽ കുഞ്ഞിനെ നിങ്ങൾ വിക്രാന്ത് എന്ന് പേരിട്ടില്ലേ? അല്ല, വികാസ്. കപ്പലണ്ടി കച്ചവടത്തിൽ നിന്നും തേങ്ങ കച്ചവടത്തേക്ക് ചാടിയ ശേഷം പാട്ടപ്പെടുത്തം പാവപ്പെട്ടവരെ പറ്റിച്ചും നിങ്ങൾ പണമുണ്ടാക്കിയില്ലേ? അത് ഏതോ മറ്റുള്ളവർ നിൽക്കുമ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? തുടങ്ങില്ല. ഗമസ്തേഷി അകത്തേഷി അകത്തേക്ക് പോകാൻ. പിന്നീട് നിങ്ങൾ പഞ്ചായത്ത് റോഡുകൾ വെട്ടാൻ കോൺട്രാക്ട് എടുത്തു. സർക്കാരിനെയും തൊഴിലാളികളെയും പറ്റിച്ച് പിന്നെയും നിങ്ങൾ പണക്കാരനായി. പറ്റിച്ചതല്ല, വഞ്ചിച്ചതാണല്ലേ? ജീവിക്കാൻ അല്ല, വേണ്ടി. ഒന്നും പറയണ്ട. നിങ്ങൾ നാട്ടുപ്രമാണിയായി. കുതികാൽവെട്ടും രാഷ്ട്രീയവും കച്ചവടം ചെയ്ത് നിങ്ങൾ സർക്കാരിന്റെ അണക്കെട്ട് വരെ പൊട്ടിച്ചു. നിങ്ങൾ വളരുകയായിരുന്നു. ആ ഹൗസിംഗ് ബോർഡിന് വേണ്ടി നിങ്ങൾ കെട്ടിക്കൊടുത്ത 7 നില കെട്ടിടങ്ങൾ തകർന്നു വീണതോടെ നിങ്ങളുടെ കണ്ടകശനി ആരംഭിക്കാൻ തുടങ്ങി. സിമന്റിന്റെ കുംഭകോണം കാരണമാണ് കെട്ടിടം തകർന്നത്. ആ നിങ്ങൾ കോടതി കയറി, തല്ലുകൊണ്ടു. ഇപ്പോൾ ഈ കാണുന്ന ശരീരം മുഴുവൻ നീരാണല്ലേ? ആ ഒടുവിൽ നിൽക്കക്കല്ലില്ലാതായപ്പോൾ നിങ്ങളുടെ കള്ളക്കളിക്കെല്ലാം കൂട്ടുനിന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കൂടെ നിങ്ങളുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി. പറയൂ, നിങ്ങൾക്ക് ഭാര്യ വേണോ അതോ ഗവൺമെന്റ് കോൺട്രാക്ടർ ആകണോ? എനിക്ക് ഭാര്യ വേണ്ട. വെരി ഗുഡ്. ഗുരു, ആരോ വരുന്നുണ്ട്. പുതിയ പാർട്ടിയായിരിക്കും. കൊറേ ദിവസമായിട്ട് ഞാൻ നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുക. ആര്, നീയോ കഞ്ഞി? കഞ്ഞിയല്ലടാ കുഞ്ഞി. നീ എന്തിന് അനുവാദമില്ലാതെ ഈ പവിത്രമായ പർണശാലയ്ക്കുള്ളിൽ കടന്നു വന്നു? ഇന്നേ എന്റെ തത്തമ്മ കുത്തിയെടുത്തത് ഒരു ഹനുമാന്റെ പടമായിരുന്നു, ലങ്കാദഹനം. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. ശിഷ്യ, ആരെവിടെ? എന്താണിവിടെ ഒരു സ്ത്രീ ശബ്ദ ബഹളം? അവരെ ഉടനെ ബാഗ്യസ്ഥലെ പോകസ്ഥലോ. സ്ത്രീയെ, നിന്നോട് ഉടനെ പുറത്തു പോകുവാൻ അദ്ദേഹം പറയുന്നു. ഭയപ്പാളികളെ. നിങ്ങളുടെ തട്ടിപ്പും പറ്റിപ്പും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? കൂടോത്രത്തിന്റെ പേരും പറഞ്ഞ് ആ പാവപ്പെട്ട ചായക്കടക്കാരൻ ഗോവിന്ദരെ നിങ്ങൾ പറ്റിച്ചില്ലടാ. ഞങ്ങൾ പറ്റിച്ചതല്ല, അയാൾ പറ്റിയതാണ്. പിന്നെ ആ ശങ്കുണ്ണിപ്പിള്ളയുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചതും അയാളുടെ വേലക്കാരനെ ചാക്കിട്ട് പിടിച്ച് അയാളുടെ ഡയറി തട്ടിയെടുത്തത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? അയ്യോ, ഡയറി തട്ടിയെടുത്തതല്ല, തട്ടപ്പെട്ടതാണ്. അതെങ്ങനെ നീ അറിഞ്ഞ്? ഞാൻ അന്വേഷിച്ചറിഞ്ഞു. നീ അന്വേഷിച്ചറിഞ്ഞല്ല, നിന്റെ ചാവാലി തത്ത പറഞ്ഞതായിരുന്നു. ആ തത്തസ്യ വിഷാംശം സേവരെ അനസ്തേഷ്യക്കരോ. ആ തത്തയ്ക്ക് വിഷം കൊടുത്ത് കൊല്ലുമെന്ന് യവൻ അല്ല ഗുരു പറയുന്നു. എടാ, എന്റെ തത്തയ്ക്കല്ല വിഷം കൊടുക്കേണ്ടത്, നിന്റെ തന്തയ്ക്കാണ് വിഷം കൊടുക്കേണ്ടത്. രണ്ടിനും ഞാൻ അരിഞ്ഞു കുഞ്ഞി, ബഹളം വെക്കല്ലേ, ഞങ്ങളുടെ നല്ല പേര് കളയല്ലേ. നല്ല പേരോ നിങ്ങൾക്കോ? ആ ശങ്കുണ്ണി മുതലാളി ഇവിടെ വരുത്തി അയാളെ പറ്റിച്ച 1000 രൂപ വാങ്ങിച്ചില്ല. അത് ഞങ്ങളുടെ ആവശ്യത്തിനാണ്. അതിലെനിക്ക് പാതി തരണം. അതവിടെ മനസ്തേഷ്യ ഇരിസ്തേഷ്യ. അത് മനസ്സിലിരിക്കട്ടെ ഉള്ളത്. ഗുരുവിനെയും ശിഷ്യനെയും ഞാൻ ഒന്നിച്ച് കമ്മിണിക്കും. ശങ്കുണ്ണിപ്പിള്ളയോട് പറയും, ശങ്കുണ്ണിപ്പിള്ള പോലീസിനോട് പറയും. എന്റെ പൊന്നുകുഞ്ഞി, ഞാൻ തരാം. പക്ഷെ പാതി തന്നെ വേണോ? ഇല്ല, നീ പാതി പണം തരണം. ഒരു വിട്ടുവീഴ്ച. അതല്ല, ഞാൻ പോലീസിൽ പറയും. പോലീസ് നിങ്ങളെ പിടിക്കും. പോലീസ് പാതിപ്പണം കൊടുസ്തേഷ്യ. പാതി പണം തരാൻ നിന്റെ ഗുരു പറയുന്നു. താൻ എന്ത് ഉദ്ദേശിച്ചോണ്ടോ പാതി പണം കൊടുക്കാൻ പറയുന്നേ? നാശത്തെ ഒഴിച്ചു വിടസ്ത്രീ, ഇത് ഒഴിയാ പാതേ സ്ത്രീ. ഇല്ല, കാശ് എടുക്കില്ല. കാശെടുക്കാനാ പറഞ്ഞു. കാശ് തരൂല. പാതി പണം തരാൻ പറ. തരാന്ന് ഇല്ല. ബഹളം വെക്കാതെ. ഞാൻ കൊടുക്കാം. അവരെ കൊണ്ടുപോയി. ഒരു കാര്യം ഉണ്ടോ? ആ കാശ് മുഴുവൻ എടുക്കാൻ പോലെ പണ്ടാരണ. തനിക്ക് ഇവിടുന്ന് ഉരുട്ടിക്കൊണ്ടിരുന്നാ മതി. ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടാണെന്ന് അറിയാം ഇവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് വരുന്നത്. നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ലേ നീ ഇതെല്ലാം അറിഞ്ഞോണ്ട് വരുന്നത്? നീ ഒരുത്തം കാലം പത്തേകാലി ഇവിടെ വന്നത് അറിയാവോ? നീ കമ്പി എണ്ണും. ഞാൻ കമ്പി എണ്ണിയാ നീ എണ്ണു അറിയോ? എടാ, എടപ്പള്ളി കുറുപ്പാണിത്. എടപ്പള്ളി പള്ളി, എടപ്പള്ളി. നിന്റെ ഈ തലയിൽ ഞാൻ പള്ളി പണി അറിയാവോ നിനക്ക്? പണി
ശങ്കരവാണി നിന്റെ തല ഞാൻ ചക്രം കെട്ടിക്കൊല്ലും അറിയോ? നീ നല്ല പുറത്തോട്ടിറങ്ങ്. നിന്റെ ഭൂതം ഭാവി വർത്തമാനമല്ല ഞാൻ അവിയല് വരുവാക്കും അറിയോ? നീ പുറത്തോട്ടിറങ്ങടാ. അറിയാ നിന്റെ അവൻ പറയുന്നത് എന്നോട് വെളിയിലിറങ്ങാൻ. അത് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് വേണ്ടേ?